ചരിത്രം ഇന്ത്യൻ ടീമിന് മുന്നിൽ വഴിമാറി, ചരിത്രം തിരുത്തിക്കുറിച്ച് അല്ലെങ്കിൽ ചരിത്രം രചിച്ച് 2020 വേൾഡ് ചാമ്പ്യന്മാരായി ഇന്ത്യൻ പുരുഷ ടീം. അതെ, ഫൈനലിലെ 2020 വേൾഡ് കപ്പ് 2026 ഫൈനലിലെ ന്യൂസിലാൻഡിനെ തറ പറ്റിച്ചിട്ട് ഇന്ത്യയുടെ പുരുഷ ടീം 2020 വേൾഡ് ചാമ്പ്യന്മാരായി. രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ആദ്യമായിട്ടാണ് ഒരു 2020 വേൾഡ് കപ്പിൽ ആതിഥേയത്വം വഹിക്കുന്ന ടീം കപ്പെടുക്കുന്നത്. ഇതുവരെ വീട്ടിൽ വെച്ചിട്ട് ആരും കപ്പെടുത്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം 2024 ഇന്ത്യ കപ്പെടുത്തത് വെസ്റ്റ് ഇൻഡീസിൽ വെച്ചിട്ടാണ്. അങ്ങനെ നോക്കാച്ചെങ്കിൽ ഇപ്പോൾ 2007 വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ വേൾഡ് ചാമ്പ്യന്മാർ ഇന്ത്യ ആയിരുന്നു. കപ്പെടുത്തത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടീമും അവരുടെ വീട്ടിൽ വെച്ചിട്ട് കപ്പെടുത്തിട്ടില്ല. അതിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ചു. ഇന്ത്യയിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ്, ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വേൾഡ് കപ്പ്, ശ്രീലങ്ക ഉണ്ടായിരുന്നില്ല എന്ന് പറയില്ല, പക്ഷേ ഇന്ത്യ കൂടെ ഉൾപ്പെട്ട് ഇന്ത്യയുടെ ആതിഥേയത്വം വഹിച്ച വേൾഡ് കപ്പിൽ ഇന്ത്യ കപ്പെടുത്തു. ആ ചരിത്രം അങ്ങ് തിരുത്തി. രണ്ടാമത്തെ കാര്യം, ഒരു ടീമും ഇതുവരെ 2020 വേൾഡ് കപ്പ് നിലനിർത്തിയിട്ടില്ല. അതാണ് അടുത്ത കാര്യം. വെസ്റ്റ് ഇൻഡീസ് 2 തവണ കപ്പെടുത്തിട്ടുണ്ട്, പക്ഷേ അത് 2014 2012 2016 എൻ്റെ ഓർമ്മ. ഒരിക്കലും തുടർച്ചയായിട്ടുള്ള വേൾഡ് കപ്പുകൾ ഒരു ടീമും നേടിയിട്ടില്ല. അത് ഇന്ത്യ നേടി. 2024 രോഹിത്തിൻ്റെ നേതൃത്വത്തിലുള്ള രാഹുൽ ദ്രാവിഡ് കോച്ചായിട്ടുള്ള ഇന്ത്യൻ ടീം കപ്പെടുത്തു വെസ്റ്റ് ഇൻഡീസിൽ വെച്ചിട്ട്. ഇതിപ്പോൾ 2026 സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായിട്ടുള്ള ഗൗതം ഗംഭീർ കോച്ചായിട്ടുള്ള അഗ്രസീവ് റൈഫിൾ ടീം ഇന്ത്യയുടെ കപ്പെടുത്തു. അങ്ങനെ ബാക്ക് ടു ബാക്ക് തുടർച്ചയായിട്ട് ഇന്ത്യ 2020 കിരീടം ഉയർത്തി. രണ്ട് കാര്യം മെയിനായിട്ടുള്ളൂ. അടുത്ത കാര്യം, സഞ്ജു വിശ്വനാഥ് സാംസൺ ഈ വേൾഡ് കപ്പിൽ ഇന്ത്യക്കാരൻ്റെ ഒരു കേരളത്തുകാരൻ, മലയാളിയുടെ കയ്യൊപ്പ് കൂടി ഇതിൽ പതിഞ്ഞിരിക്കുന്നു. വെർച്വൽ ക്വാർട്ടർ ഫൈനലിൽ ചേസിലൂടെ നേടിയ 97 റൺസ്, 97 ഇമ്പോർട്ടൻറ്റ് വൺ. അത് സഞ്ജുവിൻ്റെ ഇന്നിങ്സ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ത്യ പുറത്തായിരുന്നു. ആ മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ് സഞ്ജു സാംസൻ്റെ ചേസിങ്ങിൽ. അത് കഴിഞ്ഞ് സെമി ഫൈനലിൽ ഒരു ക്യാച്ച് ഹാരിബ്രൂക്ക് വിട്ടു, ശരിയാണ്. ഈവൻ ആ ക്യാച്ച് വിട്ടാൽ സഞ്ജു സാംസൺ നേടിയ 89 റൺസ്. മുന്നിൽ നിന്ന് പടനയിച്ച സഞ്ജു സാംസൺ. ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത് സഞ്ജു സാംസൺ ഉൾപ്പെടെയാണെങ്കിലും സഞ്ജു സാംസന്റെ ആ മാരകമായ ഇന്നിങ്സും കൂടിയിട്ടാണ് ഇന്ത്യ സെമി ഫൈനൽ ഇംഗ്ലണ്ടിനെ മറികടന്ന് 7 റൺസിനാണ് ജയിച്ചത്. 7 റൺസിന് സഞ്ജു സാംസന്റെ മാരക ഇന്നിങ്സ് ഉണ്ടായിരുന്നു. ഫൈനലിലും അതേ ഫോം സഞ്ജു സാംസൺ തുടർന്നു. ന്യൂസിലാൻഡിനെതിരെ 89 റൺസ് സെഞ്ചുറി അടിക്കാമായിരുന്നു. എന്നാൽ സഞ്ജുവിന് അത് വിഷയമില്ല. ഇപ്പോൾ വേൾഡ് കപ്പ് എടുത്ത കാരണം നമുക്ക് വലിയൊരു വിഷയമല്ല. പക്ഷേ സെഞ്ചുറി അടിക്കാമെന്ന് നിന്നാൽ സ്വന്തം ബക്കറ്റിൽ വെള്ളം കോരി വെച്ച് സെഞ്ചുറി അടിക്കുന്നതിനേക്കാൾ ടീമിനെ അതെങ്ങനെ ഇമ്പോർട്ടൻസ് എന്ന ലെവലിലാണ് സഞ്ജു സാംസൺ ശ്രദ്ധിച്ചത്. ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇന്ന് പതുക്കെ കളിച്ചാൽ മതി, റൺസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ സഞ്ജു സാംസൺ അത് ഒറ്റ ബോളും കളയാതെ ഇനി 8 പേര് ബാറ്റ് ചെയ്യാനുണ്ടെന്ന് ചിന്തിച്ചുകൊണ്ട് ഒറ്റ ബോൾ കളയാതെ അടിക്കാൻ നോക്കിയതാണ്. ഔട്ടായി, ക്യാച്ച് ഔട്ടായി. എനിവേ 3 നോക്കൗട്ട് ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു കളിക്കാരനും വേൾഡ് കപ്പിലെ നോക്കൗട്ട് മത്സരങ്ങളിൽ ഇമാതിരി കളി കളിച്ചിട്ടില്ല. വെസ്റ്റ് ഇൻഡീസിനെതിരെ 97, സെമി ഫൈനൽ ഇംഗ്ലണ്ടിനെതിരെ 89, ഫൈനൽ ന്യൂസിലാൻഡിനെതിരെ 89. ഇത് കുഞ്ഞൻ ടീമുകൾക്കെതിരല്ല, അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. സഞ്ജു വിശ്വനാഥ് സാംസൺ ഏത് ടീമാണോ തന്നെ വേൾഡ് കപ്പിന് കരക്കിരുത്തിയത്? ന്യൂസിലാൻഡ്. ആ പരമ്പരയിലാണല്ലോ വിധി നിർണ്ണയിച്ചത്. ആ ടീമിനെതിരെ തന്നെ ഫൈനലിൽ കിട്ടി. ഫൈനലിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പിന്നെ സഞ്ജു സാംസണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുമ്പോൾ സഞ്ജു സാംസന്റെ പ്രധാനപ്പെട്ട ഒരു എതിരാളി വെല്ലുവിളി ജോഫ്ര ആർച്ചറായിരുന്നു. കാരണം ജോഫ്ര ആർച്ചറിന്റെ മുന്നിൽ സഞ്ജു സാംസൺ കുറേ പ്രാവശ്യം ഔട്ടായിട്ടുണ്ട്. ആ കെണി ഇപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അത് സംബന്ധിച്ചില്ല സഞ്ജു. സെമി ഫൈനലിൽ ജോഫ്ര ആർച്ചറിനൊക്കെ അന്ന് അറ്റത്ത് കയറ്റി. അപ്പോൾ ജോഫ്ര ആർച്ചറിനുള്ളത് ഒരു മിഠായി കൊടുത്തു വിട്ടു. ഫൈനലിൽ അടുത്തൊരു പേടി അല്ലെങ്കിൽ അടുത്ത വെല്ലുവിളി മാറ്റ് ഹെൻറി ആയിരുന്നു. ന്യൂസിലൻഡിലെ സ്റ്റാർ പ്രീമിയം പേസർ മാറ്റ് ഹെൻറി. ഈ മാറ്റ് ഹെൻറി കൂടിയാണ് ഈ വേൾഡ് കപ്പിന് മുമ്പുണ്ടായിരുന്ന ഇന്ത്യ ന്യൂസിലൻഡ് പരമ്പരയിലെ സഞ്ജുവിനെ കരക്കിരുത്താൻ കാരണം. എന്ന് പറഞ്ഞാൽ അതിൽ 5 മത്സരത്തിലുണ്ടായിരുന്നു. 2 or 3 പ്രാവശ്യം മാറ്റ് ഹെൻറി സഞ്ജുവിനെ പുറത്താക്കിയിട്ടുണ്ട്. ആ ഒരു മോശം പ്രകടനത്തിന് പേരിലാണ് സഞ്ജു സാംസൺ വേൾഡ് കപ്പ് സ്ക്വാഡ് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കരക്കിരുന്ന് കളി കാണേണ്ട താഴത്തെ മത്സരങ്ങളിൽ. അപ്പോൾ മാറ്റ് ഹെൻറി വേഴ്സസ് സഞ്ജു സാംസൺ എന്നുള്ളൊരു മത്സരം കൂടി ഇതിലുണ്ടായിരുന്നു. അത് മാറ്റ് ഹെൻറിനെ അലക്കി വിട്ടു, അലക്കി പൊളിച്ചു. അങ്ങനെ സഞ്ജു സാംസൺ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ഒരു മലയാളി.
ഇന്നത്തെ മത്സരത്തിൽ ഞാൻ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്ന വിജയം സഞ്ജു സാംസണാണ്. പക്ഷേ 4 വിക്കറ്റ് പ്രകടനത്തോടു കൂടി ഞാൻ വിചാരിച്ചപ്പോൾ ബുംറയ്ക്ക് കിട്ടും. 4 വിക്കറ്റ് പ്രകടനത്തോടു കൂടി ബുംറയാണ് ഈ ഫൈനൽ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച്. പക്ഷേ സഞ്ജു വിശ്വനാഥ് സാംസണാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ്. ICC 2020 വേൾഡ് കപ്പ് 2026 പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് സഞ്ജു സാംസണാണ്. സഞ്ജു സാംസൺ എത്ര മത്സരം കളിച്ചു? 1 നമീബിയ, സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ട് ആൻഡ് ഫൈനൽ ന്യൂസിലാൻഡ്. 5 മത്സരം കളിച്ച സഞ്ജു വി സാംസൺ 321 റൺസ് എടുത്തു. വിക്കറ്റിൻ്റെ പിന്നിൽ ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. വിക്കറ്റിൻ്റെ മുന്നിലും ബ്രില്യൻറ്റ്, പിന്നിലും ബ്രില്യൻറ്റ്. 321 റൺസ് 5 മത്സരം കളിച്ച സഞ്ജു സാംസൺ 321 റൺസോട് കൂടി പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ്. അൺബിലീവബിൾ. ബാക്കി എല്ലാ മത്സരം കളിച്ചവരുടെ പേര് പോലും നോമിനി പോലും ഇല്ല. ഈവൻ ബുംറയുടെ പേര് പോലും നോമിനി ഇല്ല. അതാണ് എടുത്തു പറയേണ്ട കാര്യം. സെക്കൻഡ് ചിലർക്കാരില്ല. എങ്കിലും സഞ്ജു സാംസൺ കിട്ടിയ അവസരങ്ങൾ സഞ്ജു സാംസൺ കൃത്യമായി വിനിയോഗിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാത്തിരിക്കുക, ഏത് സമയമാണെങ്കിലും കാത്തിരിക്കുക. നല്ല സമയം ദൈവം കൊണ്ടുവരും എന്നുള്ളതാണ് സഞ്ജു സാംസൺ എന്ന് പറഞ്ഞാൽ തന്നെ ദൈവമാണ് എന്നെ ഇതിൽ എത്തിച്ചത്. ദൈവം ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിച്ചു എന്ന് സഞ്ജു സാംസൺ ദൈവത്തിനോട് നന്ദി പറഞ്ഞത്. സച്ചിനോട് നന്ദി പറഞ്ഞു. സച്ചിൻ ആ വിഷമിച്ചിരിക്കുന്ന പ്രതികൂലമായ സാഹചര്യത്തിൽ സച്ചിൻ ഭായിയുടെ അഡ്വൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് സഞ്ജു സാംസൺ പറഞ്ഞിട്ടുണ്ട്. അമ്മാതിരി പ്രകടനം സഞ്ജു സാംസന്റെ ഭാഗത്തു നിന്ന്. ഈ വേൾഡ് കപ്പ് ഇന്ത്യ ഉയർത്താൻ കാരണമായി തീർന്ന രണ്ടുപേർ. ഈ വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാണിക്കും എന്ന് വിചാരിച്ച് ഫ്ലോപ്പായ 2 പേർ. ഒന്ന് 2020 ലോക 1-ാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മ. ഈ വേൾഡ് കപ്പ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കും വിചാരിച്ചവരൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ആദ്യത്തെ മത്സരങ്ങളൊക്കെ ഫ്ലോപ്പായി. ഇടയ്ക്ക് ഒരു 50 അടിച്ചു, പിന്നെയും ഫ്ലോപ്പായി. പിന്നെ ഇന്ത്യ ബാക്ക് ചെയ്തോളനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിർത്തി. ഇപ്പോൾ ഫൈനലിൽ ആളുടെ വിശ്വരൂപം കാണിച്ചു, 50 റൺസ് എടുത്തു. എന്നിരുന്നാൽ പോലും ആളുടെ ഒരു മോശം പ്രകടനമാണ് ഈ വേൾഡ് കപ്പിൽ ഉണ്ടായത്. ഫൈനലിലും ആ മത്സരം ആക്കിയിട്ട് തന്നെ ബാക്കി മോശമായിരുന്നു. വേൾഡ് നമ്പർ 1 ബോളർ വരുൺ ചക്രവർത്തി ആദ്യത്തെ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ നോക്കൗട്ട് മത്സരം വന്നപ്പോൾ ആൾക്ക് പൊതിര തല്ല് കിട്ടി. എന്നിരുന്നാലും വരുൺ ചക്രവർത്തിയാണ് 14 വിക്കറ്റോട് കൂടി വിക്കറ്റ് വേട്ടക്കാരിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ബുംറയ്ക്കുണ്ട്. ഈ ബുംറയും വരുൺ ചക്രവർത്തിയാണത് പങ്കിട്ടിരിക്കുന്നത്. 14 വിക്കറ്റ് നേടിയിട്ട്. ഇമ്പോർട്ടൻ്റ് നോക്ക് ബുംറ. അപ്പോൾ ഈ 2 പേരും നമ്മുടെ വരുൺ ചക്രവർത്തി 1-ാം നമ്പർ T20 ബോളറാണ്. അദ്ദേഹം നോക്കൗട്ട് മത്സരം ഇറങ്ങിയപ്പോൾ ഓൾ റൗണ്ട് ഇന്ത്യൻ ബോളിങ്ങിനെ എടുത്തുയർത്തിയത് ജസ്പ്രീത് ബുംറയാണ്. മറിച്ച് അഭിഷേക് ശർമ്മ ഡൗൺ ആയപ്പോൾ ഇന്ത്യൻ ബാറ്റിങ്ങിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സഞ്ജു വിശ്വനാഥ് സാംസണാണ്. ഈ 2 പ്ലെയേഴ്സാണ് എടുത്തു പറയത്തക്ക താരങ്ങൾ. ഇന്ത്യയുടെ വേൾഡ് കപ്പ് ഈ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച 2 പേരാണ്. ഒന്ന് സഞ്ജു വിശ്വനാഥ് സാംസണും ജസ്പ്രീത് ബുംറയും. അദ്ദേഹത്തിന് 4 വിക്കറ്റ് പ്രകടനം ഫൈനലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സഞ്ജുവിൻ്റെ പ്രകടനം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ 2 പ്ലെയേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ വേൾഡ് കപ്പ് പോയിരുന്നു. പിന്നെ അക്ഷർ പട്ടേലിൻ്റെ മികച്ച ബോളിങ്. പിന്നെ മറുപടി കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അക്ഷർ പട്ടേൽ ആദ്യത്തെ ഓവർ നമ്മളെ അർഷദീപ് പറഞ്ഞു വെറും 4 റൺസ് കൊടുത്തുള്ളൂ. അടുത്ത ഓവർ എറിഞ്ഞ ഹാർദിക് പാണ്ഡ്യക്ക് പൊതുവെ അടി കിട്ടി. 22 6 2 4 അടിച്ച് ഒരു 14 20 21 റൺസ് കൊണ്ട് എടുത്തു ഹാർദിക് പാണ്ഡ്യ ഓവർ. പിന്നെ സൂര്യ കളം മാറ്റി പിടിച്ചു. അക്ഷർ പട്ടേലിനെ ഇറക്കി. അക്ഷർ പട്ടേൽ ഫിനാലിൻ്റെ വിക്കറ്റ് വീഴ്ത്തുന്നു. എന്നിരുന്നാലും മറ്റെന്ന് പറഞ്ഞാൽ സീഫേർട്ട് അലക്കിയപ്പോൾ ഞാൻ ഒന്ന് പേര് പിടിച്ചു. ഞാനും ബത്തേലിൻ്റെ കളി കളിക്കുമെന്ന്. പിന്നെ റെഗുലർ ഇൻ്റർവെല്ലിൽ വിക്കറ്റ് വീണുകൊണ്ടിരുന്നു. രജിൻ രവീന്ദ്ര വന്നു പോയത് അറിഞ്ഞില്ല. ബുംറയുടെ ഒരു മാസ്റ്റർ ക്ലാസ് ബോളിംഗ് ക്യാച്ച്. ശിവൻ ദുബെ ഫിനാലിൻ്റെ ഒരു ക്യാച്ച് വിട്ടപ്പോൾ ഒന്ന് നെഞ്ച് പിടഞ്ഞു. കാരണം ഇതേപോലെ സെമിഫൈനലിൽ സഞ്ജുവിൻ്റെ ഒരു ക്യാച്ച് വിട്ടിട്ടാണ് സഞ്ജു മാച്ച് വിന്നിങ് ഇന്നിങ്സ് കളിച്ചത്. 89 റൺസ്. പക്ഷേ അന്ന് കയ്യിൽ ബോളർമാർ കൃത്യ സമയത്ത് ഇടപെട്ടു. അക്ഷർ പട്ടേൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 3 വിക്കറ്റ് അക്ഷർ പട്ടേൽ എടുത്തു. ബുംറ 4 വിക്കറ്റ് എടുത്തു. ശിവൻ ദുബെ അവസാന 49ാമത്തെ ഓവറിൽ 50ാമത്തെ ഓവർ ശിവൻ ദുബെ കാണിച്ച മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സാണ് 250 മേൽ റൺസ് കയറാൻ ഇന്ത്യക്ക് സഹായിച്ചത്. മികച്ച ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ചേസ് ചെയ്തത് 197 റൺസ് 199 ഇന്ത്യ കളി അവസാനിപ്പിച്ചു. സെമി ഫൈനലിൽ 253 റൺസ് എടുത്തു. ഓക്കെ, ഫൈനലിൽ 250 255 റൺസ് എടുത്തു. വാട്ട് ഇന്നിങ്സ്!
ഈ ടീമാണ് ഇന്ത്യക്ക് വേണ്ടത്. ഈ ഒരു ടീമിനെയാണ് ഇന്ത്യ വേൾഡ് കപ്പിൻ്റെ ആദ്യ മത്സരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. നെവർ ഫോർഗെറ്റ്. എനിവേ, ഇന്ത്യ ചരിത്ര നേട്ടം കൈവരിച്ചു. ചരിത്ര നേട്ടങ്ങൾ കൈവരിക്കുന്ന ആദ്യത്തെ ടീമായി മാറി. മുഹമ്മദ് ആമീർ മറന്നിട്ടില്ല 2 കാര്യങ്ങളും. ഒരു കാര്യം ഏതാണ്ട് ശരിവെച്ച പോലെയായിരുന്നു. സ്ലോഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ സ്ലോഗറാണ്. അഭിഷേക് ശർമ്മയ്ക്ക് പ്രോപ്പർ ബാറ്റിംഗ് അറിയില്ല, വെച്ച് കാച്ചിലാണ്, ഒരു പ്രോപ്പർ ബാറ്റ്സ്മാൻ അല്ല എന്നുള്ള അമീറിൻ്റെത്. ലോകം 1-ാം നമ്പർ താഴത്തെക്കുറിച്ചാണ് ആൾ പറയുന്നത്. വെറുതെ ഒരാൾ ലോകം 1-ാം നമ്പർ ആ പൊസിഷനിലേക്ക് എത്തില്ലല്ലോ. പക്ഷെ അതൊക്കെ ശരിവെക്കുന്ന പ്രകടനമായിരുന്നു അഭിഷേക് ശർമ്മയുടെ ഉണ്ടായിരുന്ന തുടക്കത്തിൽ. പക്ഷേ ഫൈനലിൽ അദ്ദേഹത്തിന് കളി മാറി. അദ്ദേഹം അല്ലെങ്കിൽ 18 ബോൾ നമ്പെടുത്ത്. അമീറെ എനിക്കൊന്നും പറയാനില്ല. അടുത്തത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് കളി വന്നപ്പോൾ ഇന്ത്യ സെമിയിലേക്ക് കയറില്ല, ടും അത് പൊട്ടി. സഞ്ജു വന്നാൽ തീർത്തു. ഇന്ത്യ സെമിയിലെത്തി, ടും ഇന്ത്യ ഫൈനലിലെത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സൂപ്പർ 8 ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യ കിടക്കില്ല. സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും മാത്രമേ കിടക്കുള്ളൂ എന്ന് വിധി എഴുതിയ അമീറിൻ്റെ മുന്നിൽ ഇന്ത്യ സെമി ഫൈനലിൽ കയറി. സെമി ഫൈനലിൽ ഇന്ത്യ ഫൈനലിൽ കയറില്ല എന്നോ കപ്പടിക്കില്ല എന്നോ എന്തൊക്കെ വിമളക്കി അമീർ. ഇപ്പം എന്തായി? അമീറിൻ്റെ മുമ്പ് കാണുന്നില്ല. ഇല്ല. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഇന്ത്യൻസ്. ഈ ഇന്ത്യയോട് അടക്കുന്ന ഈ ഡയലോഗ് സ്വന്തം നാഷണൽ ടീമായ പാകിസ്ഥാൻ ക്രിക്കറ്റിനോടൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അവർ എന്നേ നന്നായിരുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ഇവിടെ കിടക്കുന്നു, ഇന്ത്യൻ ക്രിക്കറ്റ് അവിടെ കിടക്കുന്നു. ഇന്ത്യ കപ്പെടുത്ത് മനുഷ്യ ഇന്ത്യ ചില്ലറ കപ്പലെടുത്ത് കളിച്ച് കപ്പെടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിരുന്നാലും പാകിസ്ഥാൻ്റെ ഫർഹാനാണ് ടോപ്പ് സ്കോറർ. 350 61 റൺസ് എടുത്തിട്ട്. 2ാം സ്ഥാനം എനിക്ക് തോന്നുന്നു സഞ്ജുവിനെ തോന്നുന്നു. 2ാം സ്ഥാനം സഞ്ജുവിനും 3ാം സ്ഥാനം ഇഷാങ്ക് ഷാനി. സഞ്ജുവിന് 321 റൺസും ഇഷാങ്ക് ഷാന് 319 റൺസും. അങ്ങനെ എന്തുകൊണ്ടിരിക്കണേ. എനിവേ, വെൽ ഡൺ ഇന്ത്യൻസ്. അപ്പോൾ ആഘോഷിക്കുക, സന്തോഷിക്കുക.